കൊട്ടാരം സ്വകാര്യ കൈവശത്തിലാണെങ്കിലും പീരുമേടിന്റെ ചരിത്രത്തിന്റെ പ്രധാന പങ്കുവഹിക്കുന്ന അമ്മച്ചി കൊട്ടാരം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന സഞ്ചാര കേന്ദ്രമാണ്. അമ്മച്ചി കൊട്ടാരത്തിന് ചേർന്നുള്ള കാട്ടുപാതയിലൂടെയുള്ള യാത്ര ഗതാഗതം ദുഷ്കരമായതിനാൽ തന്നെ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ഏറെ ആസ്വാദകരമാണ് ഈ കാട്ടുപാതയിലൂടെയുള്ള യാത്ര. പീരുമേട് എന്ന പേരിന്റെ കഥ ചെന്നു നിൽക്കുന്നത് ഒരു പ്രമുഖ സൂഫി സന്യാസിയുടെ കബറിടത്തിലേക്കാണ്. ചരിത്ര പുരുഷനായ പീർ മുഹമ്മദ് വലിയുല്ലാഹിയുടെ കബറിടം. ചുറ്റും പച്ചപ്പ് പൊതിഞ്ഞ ഇടം. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഖബറിടം ഇന്ന് കാണുന്ന നിലയിൽ പരിപാവനമായി നിർമ്മിച്ചത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കുടുംബമാണ്. സിദ്ധനും ആധ്യാത്മിക ഗുരുവും തമിഴിലെ പ്രശസ്ത സൂഫി കവിയുമായ പീർ മുഹമ്മദ് വലിയുല്ലാഹി AD 15-ാം നൂറ്റാണ്ടിലാണ് തന്റെ സ്വദേശത്തു നിന്നും അറിവിന്റെയും ആത്മീയതയുടെയും ഉയരങ്ങൾ തേടിയിറങ്ങി. ആ യാത്ര അവസാനിച്ചത് ധ്യാനത്തിന് ഏറ്റവും അനുയോജ്യമായി ചെലവഴിക്കാൻ കഴിയുന്ന വളരെ ഹരിതാഭയാർന്ന മലനിരകളിലായിരുന്നു. ആധ്യാത്മിക നിറഞ്ഞു നിന്നിരുന്ന ഈ മലനിരകൾ പീർ മുഹമ്മദ് വലിയുല്ലാഹി ദീർഘകാലം ധ്യാനത്തിനായി തെരഞ്ഞെടുത്ത മലയായതുകൊണ്ടാണ് പീരുമേട് എന്ന പേര് വന്നത് എന്ന് ചരിത്രം പറയുന്നു. ദേശീയപാതയുടെ ദീർഘകാഴ്ചകളും മലനിരകളും കുന്നിൻ ചെരിവുകളും അടങ്ങിയ ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികൾ ഏറെയാണ്. പൈൻ മരങ്ങൾ പൊതിഞ്ഞുകൂടി നിൽക്കുന്ന 1860-ൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആഷ്ലി ബംഗ്ലാവ് എന്ന ബ്രിട്ടീഷ് വസതി പീരുമേടിന്റെ ചരിത്രം പറയുന്നതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഏടാണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ ഇയോബിന്റെ പുസ്തകം എന്ന സിനിമയിലൂടെയാണ് ആഷ്ലി ബംഗ്ലാവ് സഞ്ചാരികളിൽ ഏറെ പ്രസിദ്ധമായത്. ട്രക്കിംഗ് ഗണത്തിൽപ്പെടുന്ന ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഇന്നും ഒലിമയോടെ കാത്തുസൂക്ഷിക്കുന്ന ഈ ബ്രിട്ടീഷ് വസതി. ആഷ്ലി ബംഗ്ലാവിന്റെ സമീപത്ത് പ്രകൃതിയുടെ മറ്റൊരു അത്ഭുതം കൂടിയുണ്ട്. കൊടും വളവുകളും പാറക്കല്ലുകളും അടങ്ങിയ രാജ്യത്തെ ഓഫ് റോഡ് റൈഡേഴ്സുകളുടെ ആവേശമായ മദാമക്കുളം. കൊളോണിയൽ കാലഘട്ടത്തിൽ ഈ സ്ഥലം സന്ദർശിച്ചിരുന്ന ഒരു ബ്രിട്ടീഷ് വനിതയുടെ പേരിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ പേര് ലഭിച്ചത്. തിളങ്ങുന്ന വെള്ളച്ചാട്ടങ്ങൾക്ക് താഴെ പ്രകൃതിദത്തമായ ഒരു കുളം ഇവിടെയുണ്ട്. എന്നാൽ കടുത്ത വേനൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ശാന്തമായ അന്തരീക്ഷവും ദൃശ്യമനോഹാരിതയും മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ. ഉയരം കൂടിയ കൂറ്റൻ വലിയ പർവ്വതനിരകളും കുന്നിൻ ചെരുവുകളും സസ്യജാലങ്ങളാൽ ചുറ്റപ്പെട്ട മദാമക്കുളം പ്രകൃതിയുടെ അവിശ്വസനീയമായ കലാവൈഭവം കണ്ടെത്താൻ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ വലിയ തോതിലുള്ള തിരക്കാണ് ഇവിടെയുള്ളത്.
പീരുമേട് ഫലഭൂഷമായ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു നീണ്ട ചരിത്രമുള്ള പ്രദേശമാണ്. കാപ്പി, തേയില, ഏലം എന്നിവയുടെ സമൃദ്ധമായ തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊരു ഭംഗിയേറിയ ദൃശ്യവിരുന്നാണ്. സംസ്ഥാനത്ത് നടക്കുന്ന വിവിധ എക്സിബിഷനുകളിൽ പീരുമേട്ടിൽ നിന്നുള്ള കർഷകർ പല ഇനങ്ങളിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചു വരുന്നതാണ്. പീരുമേട്ടിലെ മ്ലാമല എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് അടുത്തത്. സുരക്ഷിതയേറിയ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളം ആഴം കുറഞ്ഞ ഒരു അരുവി പോലെ പതിഞ്ഞൊഴുകി അവിടെ സഞ്ചാരികൾക്ക് സുരക്ഷിതമായി നിന്ന് കുളിക്കാൻ സാധിക്കുന്നു. സംസ്ഥാനത്ത് ഒരുപാട് ടൂറിസം സ്ഥലങ്ങൾ അരുവിക്കുഴി എന്ന പേരിൽ ഉണ്ടെങ്കിലും വിവിധ സസ്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശം അവയിൽ നിന്നുമെല്ലാം വേറിട്ടതാണ്. രാജ്യത്തെ ക്രിസ്ത്യൻ പള്ളികളിൽ ഏറ്റവും വലിയ താഴികക്കുടമുള്ള പള്ളിയാണ് പട്ടുമലപ്പള്ളി. ഗോതിക് ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പട്ടുമലപ്പള്ളിക്ക് ബ്രിട്ടീഷ് കാലഘട്ടം മുതലുള്ള ചരിത്രമുണ്ട്. സംസ്ഥാനത്തെ സുപ്രധാന തീർത്ഥാടന കേന്ദ്രമായ പട്ടുമലപ്പള്ളി ഭക്തർക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. പീരുമേട് മലയാള സിനിമകളുടെ ചരിത്രകാലം മുതൽക്കേ ഏറെ പ്രാധാന്യമുള്ള സിനിമാ ലൊക്കേഷനാണ്. അങ്ങനെ പ്രശസ്തി നേടിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ലാഡ്രം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചാർലിക്കുളം. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സിനിമാ സംവിധായകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ചാർലി എന്ന സിനിമയിലൂടെയാണ് ചാർലിക്കുളം ഏറെ പ്രസിദ്ധമായത്.
ഇന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ചാർലിക്കുളം. കൈലാസഗിരി, കേരളത്തിന്റെ കൈലാസം എന്നറിയപ്പെടുന്ന സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്ന് 4800 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കൈലാസഗിരി ഉമാമഹേശ്വരി ക്ഷേത്രം. ട്രക്കിംഗ് ടൂറിസ്റ്റുകൾക്ക് ഏറെ പ്രിയങ്കരമാണ് ഈ സ്ഥലം. മലമുകളിൽ നിന്ന് ലഭിക്കുന്ന താഴ്വാര കാഴ്ച കൈലാസഗിരി എന്ന പേരിന് അനർത്ഥമാക്കുന്നതാണ്. മുറിഞ്ഞുപുഴ വെള്ളച്ചാട്ടം കടുത്ത വേനലിന്റെ നിഴലിലായതിനാൽ അടുതയാറ്റിൽ നിന്നും കുത്തിയൊഴുകി വരുന്ന വെള്ളത്തിന്റെ ദൃശ്യം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഓൺലൈൻ ദൃശ്യമാധ്യമങ്ങളിലും മറ്റും റീൽസിലെയും വീഡിയോയിലെയും താരമാണ് ഈ വെള്ളച്ചാട്ടം. അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമായ കുമളി, മൂന്നാർ എന്നിവിടങ്ങളിൽ എത്തിച്ചേരുന്ന സഞ്ചാരികളുടെ ഒരു സുപ്രധാനമായ ഇടത്താവളമാണ് മുറിഞ്ഞുപുഴ വെള്ളച്ചാട്ടം. കുട്ടിക്കാനം പഞ്ചായത്തിന്റെ സുപ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനുകളായ അമ്മച്ചിക്കൊട്ടാരം, പീർ മുഹമ്മദ് വലിയുല്ലാഹിയുടെ കബറിടം, മദാമക്കുളം എന്നീ സ്ഥലങ്ങളുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ടൗൺ പോയിന്റാണ്. കാലാവസ്ഥ കൊണ്ടും പ്രാദേശിക ഭംഗി കൊണ്ടും സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമാണ് ഇവിടം. എങ്കിലും കുട്ടിക്കാനത്തിന്റെ പ്രശസ്തി മറ്റൊന്നിലാണ്. രാജ്യത്തിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇടം എന്നതിലാണ് ഈ പ്രശസ്തി. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കമ്മിറ്റി അംഗീകാരത്തോടു കൂടിയ കലാലയങ്ങൾ, 1960 കാലഘട്ടം മുതൽ നിലനിൽക്കുന്ന ICSE സിലബസുകൾ അടങ്ങുന്ന സ്കൂളുകൾ, രാജ്യത്തിന്റെ വിവിധ സ്ഥലത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ആശ്രയിച്ചു വരുന്ന പഠന കേന്ദ്രങ്ങളാണ്. സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെട്ട രീതിയിൽ എത്തിക്കുന്നതിന് ജില്ലയിൽ ആദ്യമായി ഉച്ചഭക്ഷണം കൂടാതെ പ്രഭാത ഭക്ഷണം പോലുള്ള പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിച്ചു വരുന്നു. സ്വസ്ഥമായ അന്തരീക്ഷം, കാടിന്റെ നൈർമല്യം അടുത്തറിയാൻ സഞ്ചാരികളുടെ വലിയ തിരക്ക്. ഇന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമായ പരുന്തുംപാറ ജില്ലയിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്ന ഭൂമനോഹാരിതയാണ് പരുന്തുംപാറയ്ക്കുള്ളത്. വിശാലമായ ഉയർന്ന പ്രദേശമായതിനാൽ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 4 പാടും വളരെ ദൂരത്തോളമുള്ള മലനിരകൾ കാണുവാൻ കഴിയും. തെളിഞ്ഞ ആകാശമാണെങ്കിൽ ശബരിമല കാടുകൾ പോലും ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നു. മഞ്ഞുമൂടി ഇടയ്ക്കിടെ കാഴ്ചകൾ മറയുകയും താമസിക്കാതെ കാറ്റടിച്ച് ദൂരെയുള്ള മലനിരകൾ പ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് പരുന്തുംപാറയിലെ മനോഹരമായ ഒരു അനുഭവമാണ്.
ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ ശിരസ്സുമായി സാമ്യമുള്ള ഒരു വലിയ പാറക്കെട്ട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ടാഗോർ പാറ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ട്രെക്കിംഗ് ടൂറിസ്റ്റുകാരാണ് ഏറെ അവിടെ ചെല്ലുന്നത്. എല്ലാറ്റിനുമുപരി പരുന്തുംപാറയുടെ ദൃശ്യമനോഹാരിതയെ സംരക്ഷിക്കുന്നതിന്റെ പ്രധാന ഘടകം ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ്. ജില്ലയിൽ മറ്റെവിടെയുമില്ലാത്ത മാതൃകാപരമായ പ്രവർത്തനങ്ങൾ. ആയതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഗ്രീൻ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം ഇതിനുദാഹരണമാണ്. കേരളത്തിൽ തന്നെ സുപ്രധാന ടൂറിസം കേന്ദ്രമാക്കി പരുന്തുംപാറയെ വളർത്തിയെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് ടൂറിസം ഡെസ്റ്റിനേഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഓഫ് റോഡ് ട്രക്കിങ്ങും ഹോഴ്സ് റൈഡിങ്ങുമെല്ലാം ഇവിടെ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടവയാണ്. ഇവ കൂടാതെ കാഴ്ചയെ അതിശയിപ്പിക്കുന്ന മറ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റുകളും ഗ്രാമപഞ്ചായത്തിൽ ഉണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് പ്ലാക്കത്തടം ട്രൈബൽ നഗർ. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള വാച്ച് ടവർ പ്ലാക്കത്തട പ്രദേശത്തിന്റെ വൈഡ് വ്യൂ ഏറെ അതിശയിപ്പിക്കുന്നതാണ്. ഈ പ്രദേശത്തിന്റെ കാലാവസ്ഥയും ഉത്പാദിപ്പിക്കുന്ന കാർഷിക വിളകളും ഹൈറേഞ്ചുമായി ഒട്ടും താരതമ്യം ചെയ്യാൻ കഴിയാത്തതാണ്. പീരുമേട് എന്ന മലമ്പ്രദേശത്തിന്റെ വേറിട്ട ഭൂപ്രകൃതിയാണ് പ്ലാക്കത്തടത്തിനുള്ളത്. ആയതിനാൽ ഈ പ്രദേശം പീരുമേട് എന്ന കൊച്ചു പട്ടണത്തിന്റെ മാറ്റുകൂട്ടുന്നു.